ക്രിസ്തീയ ഉപദേശങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തീയ ഉപദേശം എന്നത് വ്യക്തികളെ ക്രിസ്തുവിൻ്റെ വിശ്വാസ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ട ചില ഇൻസ്ട്രക്ഷനുകളും നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ ദൈവികമായ ആലോചനകൾ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള മർമ്മങ്ങൾ, ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, ആ ക്രൂശീകരണത്തിലൂടെ ക്രിസ്തു എന്താണ് മാനവകുലത്തിന് നൽകിയത്, സഭ എന്താണ്, മുതലായ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഉപദേശ സംഹിതകളാണ് ക്രിസ്തീയ ഉപദേശം എന്നതുകൊണ്ട് പൊതുവെ അർത്ഥമാക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ ലോകത്തിൽ ഇന്ന് ക്രിസ്തീയ ഉപദേശം എന്ന പേരിൽ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും പ്രസംഗിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ഉപദേശം തന്നെയാണോ, അതോ ക്രിസ്തീയ ഉപദേശത്തെ അല്ലെങ്കിൽ ബൈബിളിലെ ഉപദേശങ്ങളെ, ഉപദേശ സംഹിതകളെ മനുഷ്യൻ മനസ്സിലാക്കിയത് നമ്മളിലേക്ക് തരികയാണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവലോകനം ആവശ്യമാണ്. പ്രധാനമായിട്ടും രണ്ട് എക്സ്ട്രീമുകളിലാണ് നമ്മൾ പൊതുവെ ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ക്രിസ്തീയ ഉപദേശം നിൽക്കുന്നത്. രണ്ട് എക്സ്ട്രീമുകളിൽ. അതിലൊന്ന് എന്ന് പറയുന്നത് അനുഗ്രഹത്തിൻ്റെ സുവിശേഷമാണ്. സുവിശേഷം അനുഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അനുഗ്രഹത്തെക്കുറിച്ചുള്ള നല്ല വിശേഷമാണ് സുവിശേഷം. മാനവ കുലത്തിന് മുഴുവനായി ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം. പക്ഷേ ആ അനുഗ്രഹം നമ്മൾ വിചാരിക്കുന്നത് പോലെ സാമ്പത്തികമായ നേട്ടമോ രോഗത്തിൻ്റെ വിടുതലോ അല്ലെങ്കിൽ പൊതുവേ നമ്മൾ ഇപ്പോൾ കാണുന്ന സൂപ്പർ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ഒരു അത്ഭുത പ്രവർത്തനങ്ങളോ ഒന്നുമല്ല. മറിച്ച് ആ അനുഗ്രഹത്തിന് ഒരു പേര് ബൈബിൾ കൊടുത്തിട്ടുണ്ട്. അതൊരു വ്യക്തിയാണ്, യേശു എന്നാണ് ആ അനുഗ്രഹത്തിൻ്റെ പേര്. സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ലൂക്കോസിൻ്റെ സുവിശേഷം പറയുന്നു. അപ്പോൾ ക്രിസ്തു ആണ് ഭൂമിയിൽ അല്ലെങ്കിൽ മനുഷ്യർക്ക് ദൈവം കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം. അതിനപ്പുറമായി മറ്റൊരു അനുഗ്രഹം ഭൂമിയിലുള്ള മനുഷ്യർക്ക് ലഭിക്കാനില്ല. അപ്പോൾ സുവിശേഷം അനുഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ അനുഗ്രഹം തന്നെയാണ്. പക്ഷേ ഇന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സുവിശേഷം വളരെ വ്യത്യസ്തമായ ഒന്നാണ്. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, ചില പ്രത്യേക ശാപവിമുക്തി ശുശ്രൂഷയിലൂടെയൊക്കെ, കൺവെൻഷനുകളിലൂടെയൊക്കെ പ്രചരിക്കപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ സുവിശേഷം എന്നത് ഭൗതികമായ നേട്ടങ്ങൾ മനുഷ്യർക്ക് ലഭിക്കും, സാമ്പത്തികമായ വലിയ വിടുതൽ, കടബാധ്യതയിന്മേലുള്ള വിടുതൽ, അതുപോലെ തന്നെ രോഗസൗഖ്യം, ഇതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്തെ ഉപദേശങ്ങൾ, അനുഗ്രഹത്തിൻ്റെ സുവിശേഷം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിൻ്റെ അപ്പുറേ അല്ലെങ്കിൽ അതിൻ്റെ മറ്റേ ഒരറ്റത്ത് നിൽക്കുന്നത് കഷ്ടതയുടെ സുവിശേഷമാണ്. കഷ്ടതയുടെ സുവിശേഷം എന്നത് പ്രചരിക്കപ്പെടുന്നത് മറ്റൊരു തലത്തിലാണ്. അതായത് എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ പിന്നെ മനുഷ്യൻ്റെ ചിന്ത നേരെ തിരിയുന്നത് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ളതാണെന്നും ആ ഹിതമനുസരിച്ചുള്ള കഷ്ടതകളെ അനുഭവിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്നുമൊക്കെയുള്ള ആ ഒരു ചിന്തയിലേക്ക് മനുഷ്യർ കയറുന്നു. തുടർന്ന് ഈ കഷ്ടത ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു മാർഗമായി തെരഞ്ഞെടുത്തുകൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെടുന്നത്, ബുദ്ധിമുട്ടുന്നത്, സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കുന്നത്, രോഗമുണ്ടാകുന്നത് എല്ലാം ദൈവഹിതം എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് വരിക. ഇതൊരു സ്വയം ആശ്വാസമാണ്. മനുഷ്യർ സ്വയം ആശ്വസിക്കുന്നത്. എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രശ്നങ്ങൾ മാറാതെ വരുമ്പോൾ ദൈവഹിതമാണ് എന്ന് പറയുന്ന ഒരാശ്വാസമുണ്ട് മനുഷ്യന്. നിരന്തരമായി ഒരു രോഗം വന്നുകൊണ്ടിരിക്കുന്നു, ആ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും അതിന് പ്രത്യേകിച്ച്
മറുപടിയോ സൗഖ്യമോ ഒന്നും ലഭിക്കാതെ വരുമ്പോൾ അത് ദൈവഹിതമാണ് എന്നുള്ള ഒരു ആശ്വാസവാക്കിലേക്ക് മനുഷ്യൻ പോകുന്നു. മറ്റൊന്ന്, പൊതുവെ മതങ്ങളിലെല്ലാം ഉള്ള ഒരു ധാരണയാണ്, നമ്മൾ ഈ ശരീരത്തെ ദണ്ഡിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ അനുഭവത്തിലൂടെ ദൈവത്തിന് എന്തോ ഒരു പ്രീതി നമ്മളിൽ ഉണ്ടാകും എന്നൊക്കെയുള്ളൊരു ചിന്ത. ഇങ്ങനെ ആകപ്പാടെ കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണ് ക്രിസ്തീയ ഉപദേശത്തിന് ഇപ്പോൾ നിലവിലുള്ളത്. ഈ കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള ഉപദേശം എന്താണ് എന്ന് ഒരു വ്യക്തിക്ക് ചൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കണം എങ്കിൽ തീർച്ചയായിട്ടും ഈ ക്രിസ്തീയ ഉപദേശത്തെക്കുറിച്ചുള്ള ഒരു നല്ല അവബോധം ഉണ്ടായിരിക്കണം. അനുഗ്രഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പുറകെ പോയി നിരവധി ആളുകൾ വിശ്വാസത്തിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം ഇവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന വലിയ അനുഗ്രഹങ്ങളുടെ ആ ഒരു ലിസ്റ്റ് ഇവർ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും രോഗങ്ങൾക്കും സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾക്കും എല്ലാം ഇപ്പോൾ സൗഖ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ വർഷങ്ങളായി അത്തരം സഭകളിൽ നിന്നിട്ടും നേതാക്കന്മാർക്ക് ഗുണമുണ്ടാകുന്നതല്ലാതെ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ അന്നും ഇന്നും പാവപ്പെട്ടവനായി തന്നെ തുടരുകയാണ്. പിന്നെ ജീവിതത്തിൽ വീണ് കിട്ടുന്ന ചില അനുഗ്രഹങ്ങൾ എന്നവർ വിളിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ബൈക്ക് മേടിക്കാൻ പറ്റി, കാർ എടുക്കാൻ പറ്റി, കുട്ടിയുടെ പഠിത്തം നടന്നു, കല്യാണം നടന്നു. നമ്മളിത് ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തു വിശ്വാസി അല്ലാത്ത ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ്. ഈ കോയിൻസിഡൻറ്റുകളിലൂടെ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളതിനെ പൊതുവെ അത്ഭുതമായിട്ടാണ് കണക്കാക്കുന്നത്, കോയിൻസിഡൻറ്റുകളിലൂടെ. അതല്ലാതെ അടിസ്ഥാനപരമായിട്ട് ഈ വിശ്വാസികൾക്ക് പ്രത്യേകമായ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉയർച്ചയോ ഇവർ ഈ അനുഗ്രഹത്തിൻ്റെ സുവിശേഷകർ പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ളൊരു വലിയ ഉന്നതിയോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മറ്റ് ഒരിടത്ത് കഷ്ടത പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവനും ആ കഷ്ടതയിലൂടെ കടന്നു പോവുകയും മക്കൾക്ക് പോലും ഒരു നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അവരെയും ആ കഷ്ടതയിലൂടെ ജീവിത ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടത്തിവിട്ടത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ഹിതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയും ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഇതിലേതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ഉപദേശം? കഷ്ടത പ്രസംഗിച്ചാൽ അത് ക്രിസ്തീയ ഉപദേശമാകുമോ? അനുഗ്രഹം പ്രസംഗിച്ചാൽ അത് ക്രിസ്തീയ ഉപദേശമാകുമോ? ഇവിടെ ഒരു പ്രശ്നം വന്നത്, അനുഗ്രഹത്തിൻ്റെ സുവിശേഷം ഒരുപാട് എക്സ്ട്രീമിലേക്ക് പോയപ്പോൾ അതിനെ എതിർക്കുന്ന ഒരുപറ്റം ആളുകൾ ഇതിന് നേരെ ഓപ്പോസിറ്റ്, നേരെ വിപരീതമായിട്ടുള്ളത് പ്രസംഗിച്ചാൽ അതായി മാറും യഥാർത്ഥ ഉപദേശമെന്ന് ചിന്തിച്ചു. അതായത് കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നൊരു സുവിശേഷം ഉണ്ടായിരുന്നു ഒരിടക്കാലത്ത്, കൃപയുടെ സുവിശേഷം. അപ്പം കൃപയുടെ സുവിശേഷം എക്സ്ട്രീമിലേക്ക് പോയപ്പോൾ കൃപയെ അത്ര കണ്ട് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ ആ ഒരു സുവിശേഷത്തിൽ അത്ര കണ്ട് താല്പര്യമില്ലാത്ത കുറച്ച് ആളുകൾ ന്യായപ്രമാണത്തെ എടുത്തുകൊണ്ട് വന്നു. അപ്പം കൃപയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ന്യായപ്രമാണം കൊണ്ടുവരിക. ഡയറക്റ്റായിട്ട് പഠിപ്പിക്കുകയല്ല, ന്യായപ്രമാണം ഡയറക്റ്റായിട്ട് പഠിപ്പിക്കുകയല്ല, മറിച്ച് ന്യായപ്രമാണം എന്ന ആ അടിസ്ഥാനം തന്നെ സഭകളിൽ കൊടുക്കാൻ തുടങ്ങി, പ്രവൃത്തിയിലേക്ക് വരാൻ തുടങ്ങി. അപ്പം പ്രവൃത്തിയിൽ ഊന്നിയുള്ള എല്ലാ സുവിശേഷങ്ങളും അല്ലെങ്കിൽ എല്ലാ ഉപദേശങ്ങളും ന്യായപ്രമാണമാണ്. അപ്പം ന്യായപ്രമാണം എന്നത് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന 10 കൽപ്പനകളോ തുടർന്ന് വരുന്ന 600-ൽ പരം കൽപ്പനകളോ അല്ല ന്യായപ്രമാണം എന്ന് പറയുന്നത്. അതിനെ പൊതുവായ സംഹിതയ്ക്ക് പറയുന്നത് മാത്രമേ ഉള്ളൂ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ഡെഫിനിഷനൊക്കെ മാറുന്നുണ്ട്. ന്യായപ്രമാണം എന്നത് പ്രവൃത്തിയിൽ ഊന്നി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്ത് ചെയ്താലും അത് ന്യായപ്രമാണമാണ്. അവിടെ ഫെയിലാകും മനുഷ്യൻ. കാരണം ഇത് കൃപയിൽ തന്നെ രക്ഷ പ്രാപിക്കേണ്ട ഒന്നാണ്, കൃപയിലൂടെ തന്നെ രക്ഷ പ്രാപിക്കേണ്ട ഒന്നാണ്. കൃപയും വിശ്വാസവും ഒക്കെ മൂലം സൗജന്യമായി ലഭിക്കുന്നതാണ് ഈ നീതീകരണ രക്ഷ എന്ന് പറയുന്നത്. അത് മറ്റൊരു വിഷയമാണ്. വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഈ 2 എക്സ്ട്രീമുകളിലേക്ക് പോകുമ്പോൾ, കൃപയുടെ സുവിശേഷം ഇങ്ങനെ ഒരു എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ അതിനെതിരായി ന്യായപ്രമാണത്തിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ ഉപദേശം വരും.
അനുഗ്രഹത്തിൻ്റെ ഉപദേശം ഒരു എക്സ്ട്രീമിലൂടെ പോകുമ്പോൾ അതിനെതിരായി കഷ്ടതയുടെ ഒരു ഉപദേശം വരും. ഇതിലേതാണ് സത്യം? യഥാർത്ഥത്തിൽ അനുഗ്രഹവും കഷ്ടതയും, കൃപയും ന്യായപ്രമാണവും ഇതെല്ലാം ബൈബിളിലുള്ളതാണ്, ബിബ്ലിക്കലാണ്. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും ഉള്ള പദങ്ങളും ഉപദേശങ്ങളും ഒക്കെ തന്നെയാണിത്. പക്ഷേ ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ട ഉപദേശം എന്നത് അനുഗ്രഹമോ കഷ്ടതയോ കൃപയോ ന്യായപ്രമാണമോ ഇതിൻ്റെ എക്സ്ട്രീമുകളല്ല. കാരണം അത്രത്തോളം ബാലൻസ്ഡ് ആയിട്ടാണ് ബൈബിളിൽ ക്രിസ്തീയ ഉപദേശത്തെ അപ്പോസ്തലന്മാരും മറ്റ് എഴുത്തുകാരും പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഇൻസ്പിരേഷൻ കൊണ്ട് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ യഥാർത്ഥത്തിലുള്ള സത്ത എന്താണ്? ഈ ഉപദേശത്തിൻ്റെ, ക്രിസ്തീയ ഉപദേശത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സത്ത ഏതാണ്? നമ്മൾ അനുഗ്രഹം പറയുന്നത് തെറ്റാണ്? ഒരിക്കലുമല്ല. ഒരാൾ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അനുഗ്രഹിക്കപ്പെടും, സാമ്പത്തിക വിടുതലുണ്ട്, ബുദ്ധിമുട്ടുകൾ മാറും, രോഗങ്ങൾ മാറും, ഇതൊന്നും തെറ്റായ കാര്യമല്ല. ക്രിസ്തു യേശുവിൽ കഷ്ടതയുണ്ട്, ക്രിസ്ത്യാനിയാകുമ്പോൾ കഷ്ടതയുണ്ടെന്ന് പറയുന്നത് തെറ്റല്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? കഷ്ടത ഒരു പ്രധാന ഉപദേശമായി മാറുകയും ആ ഉപദേശത്തിൻ്റെ കീഴിൽ ബാക്കിയെല്ലാം വരികയും ചെയ്യുമ്പോഴാണ് വിഷയം. അതുപോലെ തന്നെ അനുഗ്രഹം ഒരു പ്രധാന ഉപദേശമായി മാറുകയാണ്. ആ അനുഗ്രഹത്തിൻ്റെ ഉപദേശത്തിൻ്റെ താഴെയാണ് ബാക്കിയെല്ലാം വരുന്നത്. ഇങ്ങനെ എക്സ്ട്രീമുകളിലേക്ക് പോകുന്ന ഒരു ലോകത്തിൽ നമുക്കിതിൻ്റെ ആ യഥാർത്ഥമായ സത്ത മനസ്സിലാക്കിയെടുക്കണം. അതിനായി ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ കഷ്ടതയുടെ ഉപദേശത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന്. പുതിയ നിയമമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും അതിനകത്ത് നോക്കുന്നത്. ചില വചനഭാഗങ്ങൾ കഷ്ടതയുമായി ബന്ധപ്പെട്ട് പുതിയ നിയമത്തിലുണ്ട്. ഒരുപാട് വചനഭാഗങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് സംസാരിച്ചിട്ടുള്ളത് 3 വ്യക്തികളാണ്. അതിലൊന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ, രണ്ടാമത് പൗലോസ് അപ്പോസ്തലൻ, മൂന്നാമത് പത്രോസ് അപ്പോസ്തലൻ, യാക്കോബ് അപ്പോസ്തലനും പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള ഇത്ര ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളൊരു പ്രധാന വിഷയം, കഷ്ടതയെക്കുറിച്ചുള്ള പ്രധാന വിഷയം എന്ന് പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നുള്ള പദമാണ്. നമുക്കത് വചനഭാഗം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു കാര്യം യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു പ്രധാന ഉപദേശമായി സഭയ്ക്കുള്ളിൽ പഠിപ്പിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, കഷ്ടതയുണ്ട്. അപ്പോൾ ലോകത്തിൽ കഷ്ടത ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മനുഷ്യർ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? അവരുടെ ഉള്ളിലേക്ക് വരുന്ന കഷ്ടത എന്ന് പറയുന്നത് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത പ്രശ്നങ്ങളാണ്. ദാരിദ്ര്യം, സാമ്പത്തിക ബുദ്ധിമുട്ട്, തൊഴിലില്ലായ്മ, മക്കളെ കെട്ടിച്ചു വിടണം, വീടില്ല, പ്രോപ്പറായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിരതയില്ല, അങ്ങനെ നിരവധി കാര്യങ്ങൾ. മനുഷ്യൻ ഒരുപാട് പ്രശ്നങ്ങളിലാണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം കൂടി ഇവൻ്റെ ഉള്ളിലേക്ക് വരും കഷ്ടത എന്ന് കേൾക്കുമ്പോൾ. സ്വാഭാവികമായിട്ട് ശരിയാ, കർത്താവ് പറയാ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ദാരിദ്ര്യമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എങ്കിലും കുഴപ്പമില്ല, ഞാൻ ലോകത്തെ ജയിച്ചിട്ടുണ്ട് എന്ന് കർത്താവ് പറയാ. ഇത് നിരവധി ഉപദേശകരും പാസ്റ്റർമാരും ഒക്കെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുള്ളതാണ്. അതിനെ വ്യാഖ്യാനിക്കുന്നതും ഇതേ രീതിയിൽ തന്നെയാണ്. അതിന് സപ്പോർട്ടായി അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുവാൻ വേണ്ടി നിരവധി വചനങ്ങൾ പിന്നീട് ലേഖനങ്ങളിലൂടെ, പ്രത്യേകിച്ച് റോമാ ലേഖനം, കൊരിന്ത ലേഖനം, പൗലോസ് അപ്പോസ്തലന്റെ ഈ ലേഖനങ്ങളിൽ നിന്ന് വചനങ്ങൾ എടുക്കുക. ഇഷ്ടം പോലെ വചനങ്ങൾ. ഞാനൊരു 1-2 വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. റോമാ ലേഖനം 5-ന്റെ 3-ാം വാക്യം, കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു. റോമാ ലേഖനം 5-ന്റെ 4, നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. ഇനി 1 കൊരിന്ത്യർ 7-ാം അധ്യായം 26-ാം വാക്യം, ഇപ്പോഴത്തെ കഷ്ടത. ഇനി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഏതാണ്? ഈ കാലത്തിലെ കഷ്ടത, വരുവാനുള്ള തേജസ്സിൻ്റെ നിത്യകനം ഓർത്താൽ ഈ കാലത്തിലെ കഷ്ടത ഞാൻ എന്ത് ചെയ്യുന്നു? ഛേദമെന്നാണ്, അല്ലെങ്കിൽ തുച്ഛമെന്ന് ഞാൻ എന്ത് ചെയ്യാണ്? കൗണ്ട് ചെയ്യുകയാണ്.
അപ്പം ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ ഈ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ എല്ലാം ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് എന്തോ ഒരു വലിയ ഒരു സംഭവം ഉണ്ടാകുന്നു. ഞാൻ ഇത്രയും കഷ്ടതയൊക്കെ സഹിച്ചിട്ടും വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് എൻ്റെ ഉള്ളിൽ തോന്നുകയാണ് സ്വയമായിട്ട്. ഇത്രയൊക്കെ വന്നിട്ട് ഞാൻ കർത്താവിനെ വിട്ടുപോയില്ലല്ലോ, ഇത്രയൊക്കെ സഹിച്ചല്ലോ ഞാൻ കർത്താവിന് വേണ്ടി, അതുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ പ്രതിഫലങ്ങൾ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളിലേക്ക് ഉണ്ടാവുക. അത് ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്. ഒന്നുകിൽ ഇവന് ദൈവത്തെ തള്ളിപ്പറയും, അല്ലെങ്കിൽ രണ്ടാമതായിട്ടുണ്ടാകുന്നത് ഈ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. ശരിക്കും ഇത്തരത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ, ഞാൻ കർത്താവിന് വേണ്ടി എന്തോ അനുഭവിക്കുന്നു, ഈ കഷ്ടത മുഴുവൻ ഉണ്ടായിട്ട് ഞാൻ വിശ്വാസത്തിൽ നിന്ന് മാറിയില്ല എന്നൊക്കെയുള്ള എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ആ സാറ്റിസ്ഫാക്ഷനാണ് ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ അനീതി. കാരണം സ്വയത്തിൽ പ്രശംസിക്കരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ ശക്തമായി നമ്മളോട് ഉപദേശിച്ചിരിക്കുക. സ്വയത്തിൽ പ്രശംസിക്കരുത്. അപ്പം ഞാൻ കഷ്ടത അനുഭവിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നുമ്പോൾ, ഇത്രയും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ പ്രശ്നങ്ങളിലൊന്നും പതറാതെ കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട് നിൽക്കുകയാണെന്ന് എനിക്ക് സ്വയമായിട്ട് തോന്നുമ്പോൾ, ഞാൻ ആ സഹിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതയെ അതിൽ ഞാൻ പ്രശംസിക്കുകയാണ്. ആ പ്രശംസ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനീതിയാണ്. ഇങ്ങനൊരു വലിയ ഒരു കുരുക്കുണ്ട് ഈ ഒരു ഉപദേശത്തിന്. കഷ്ടതയിൽ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടത സഹിക്കുന്നത് കൊണ്ട് ഞാനൊരു വലിയ സംഭവമാണ് എന്ന് തോന്നുന്നതല്ല. ഇതിനൊരു പ്രധാന പ്രശ്നം എന്താണ് കഷ്ടതയെന്ന് സഭായോഗങ്ങളിലോ അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ്സുകളിലോ കൃത്യമായി വിശ്വാസികളെ ഉപദേശകർ പഠിപ്പിക്കുന്നില്ല. എന്താണ് കഷ്ടത? അപ്പോൾ ബൈബിളിൽ പറയുന്ന, യേശു കർത്താവ് പറയുന്ന, അപ്പോസ്തലന്മാർ പറയുന്ന ഈ കഷ്ടത എന്താണ്? അത് നമ്മുടെ ജീവിതവുമായി എന്തെങ്കിലും ബന്ധമുള്ളതാണോ? അല്ലെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെയാണോ ഈ കഷ്ടത എന്ന് അപ്പോസ്തലൻ പറയുന്നത്, യേശു പറയുന്നത്? നമ്മൾ വരുത്തി വെക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ദാരിദ്ര്യങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഇതൊക്കെയാണോ കർത്താവ് ഉദ്ദേശിക്കുന്ന, അല്ലെ ബൈബിൾ ഉദ്ദേശിക്കുന്ന കഷ്ടത എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു അന്വേഷണത്തിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. കഷ്ടത എന്ന പദത്തിൽ, മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കഷ്ടത എന്ന പദം യഥാർത്ഥത്തിൽ അതിൻ്റെ മൂലഭാഷയായ ഗ്രീക്കിൽ കുറഞ്ഞതൊരു 6ഓളം വ്യത്യസ്തമായ വാക്കുകളാണ് കഷ്ടത എന്ന ഒരു പദത്തിന്, മലയാളത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കഷ്ടത എന്ന ഒരു പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 6ഓളം വാക്കുകൾ. ഈ 6ഓളം വാക്കുകളും വ്യത്യസ്തമായ സാഹചര്യത്തിലും വ്യത്യസ്തമായ അർത്ഥത്തിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കഷ്ടത എന്ന പദം. അപ്പോൾ അത് ഓരോന്നോരോന്നായി നമുക്ക് ഒന്ന് നോക്കിപ്പോവാം. എന്താണ് ബൈബിൾ ഉദ്ദേശിക്കുന്ന കഷ്ടത? അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഒരു പദം എന്ന് പറയുന്നത് ക്ലിപ്സിസ് എന്ന് പറയുന്ന ഒരു പദമാണ് കഷ്ടതയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിപ്സിസ് എന്താണ്? ഈ ഒരു പദം കൊണ്ട് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി 14:22, റോമാലേഖനം 5-ാം അധ്യായം, 8-ാം അധ്യായം, 12-ാം അധ്യായം, 2 കൊരിന്ത്യർ 4-ാം അധ്യായം, 8-ാം അധ്യായം, ഈ ഭാഗത്തിലെല്ലാം പറഞ്ഞിരിക്കുന്ന കഷ്ടത ക്ലിപ്സിസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡാണ്. ആ പദം കൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 14:22 പറയുന്നത് എന്താണെന്നറിയാമോ? നാം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ഇപ്പോൾ ഈ പദമൊക്കെ വളച്ചൊടിച്ച് ഇപ്പോൾ ദൈവരാജ്യ ജീവിതം എന്ന് പറയുന്നത് ദുരിതപൂർണമായൊരു ജീവിതമാക്കി മനുഷ്യരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക. ഇതൊരു സുവിശേഷം കേട്ട് വിശ്വാസിയായിട്ട് വന്നിരിക്കുന്ന ഒരു വിശ്വാസിയോട് നമ്മൾ അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിലൂടെ കടക്കണമെന്ന് പറയുമ്പോൾ ഇവർ പേടിച്ചു പോകും. അയ്യോ, ഇപ്പം ദൈവരാജ്യ ജീവിതം എന്ന് പറയുന്നത് ഇത്ര കഷ്ടപ്പെട്ട ജീവിതമാണ്, ഇത്ര ദുരിതം പിടിച്ച ജീവിതമാണ്, പിന്നെ എന്തിനാ? അല്ല തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ദൈവരാജ്യത്തിൽ കൂടെ ജീവിച്ച് ഈ പ്രശ്നങ്ങളും കൂടെ ഏറ്റെടുക്കാനുള്ള മാനസികാവസ്ഥ മനുഷ്യന് സാധാരണ ഉണ്ടാകാറില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്തരത്തിലൊരു ഭയം കാരണം കഷ്ടത വലുതായി പ്രസംഗിക്കപ്പെടുന്നില്ല. പക്ഷേ അടിസ്ഥാനപരമായ എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ കിടക്കുന്ന തെറ്റിദ്ധാരണയുണ്ടല്ലോ, അത് മാറണം കഷ്ടതയെക്കുറിച്ചുള്ള. ഇപ്പം ക്ലിപ്സിസ് എന്ന് പറയുന്ന പദം എന്താ? ഞാൻ 2-3 വാക്കുകൾ പറയാം. ക്ലിപ്സിസ്
മറ്റൊന്നാണ് പഥൈമ എന്ന് പറയുന്നൊരു പദം. പഥൈമ എന്ന് പറഞ്ഞാലും കഷ്ടത എന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് പദങ്ങൾ ക്ലിപ്സിസ്, പഥൈമ, ഈ രണ്ട് പദങ്ങൾക്ക് ഏകദേശം ഒരേ അർത്ഥമാണ്. പക്ഷേ ആ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ജീവിത സാഹചര്യങ്ങളുടെ കഷ്ടതയല്ല, മറിച്ച് ഈ രണ്ട് പദങ്ങളും വളരെ സ്പെസിഫിക് ആയിട്ടാണ് അപ്പോസ്തലന്മാർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രണ്ട് പദങ്ങളുടെ അർത്ഥം ദൈവരാജ്യത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനെ പ്രതി ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകുന്ന ശാരീരികമോ മാനസികമോ വൈകാരികമോ, ഇനി സുവിശേഷ വിരോധികളിൽ നിന്ന് ലഭിക്കുന്ന പീഡനങ്ങളോ, അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന രാജ്യം സുവിശേഷത്തിനെതിരായിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതെങ്കിൽ ആ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന, ആ ഭരണാധികാരികളിൽ നിന്ന് ലഭിക്കുന്ന പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ, ഇവയെല്ലാം കൂടെ ചേർത്ത് പറയുന്ന പദങ്ങളാണ് ക്ലിപ്സിസും പഥൈമയും. അപ്പം ഇതിൻ്റെ ഇത് ഈ സുവിശേഷങ്ങളും ലേഖനങ്ങളും എഴുതാനുണ്ടായ ആ വിശേഷപ്പെട്ട ആ സാഹചര്യത്തെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. 1-ാം നൂറ്റാണ്ടാണ്. യഹൂദന്മാർക്കിടയിൽ തന്നെ വലിയൊരു കൺവേർഷൻ ഉണ്ടാകുകയാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക്. അതുകൊണ്ട് തന്നെ യഹൂദന്മാർ ഇവർക്കെതിരാണ്. റോമാ സാമ്രാജ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ സുവിശേഷം പ്രചരിപ്പിക്കുന്നത്. റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താ? അവിടെ സീസറാണ് ദൈവം, സീസറാണ് കർത്താവ്. സീസറിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് സീസറല്ല, യേശുവാണ് കർത്താവ്, യേശു മാത്രമാണ് കർത്താവ് എന്ന് വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം ഒരു വലിയ സാമ്രാജ്യ ശക്തിക്കെതിരെ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത്. ഇതിൽ ബൈബിളിൽ ഒരു വചനമുണ്ട്, പരിശുദ്ധാത്മാവിലല്ലാതെ നിങ്ങളിൽ ആർക്കും യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയാൻ കഴിയത്തില്ല. അങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് ആ വാക്യം ഒന്ന് പരിശോധിച്ച് നോക്കി. ഏത് മനുഷ്യർക്കും പറ്റും. ഹിന്ദുവിന് പറ്റത്തില്ലേ യേശുവിനെ കർത്താവെന്ന് പറയത്തില്ലേ? മുസ്ലിമിന് പറ്റത്തില്ലേ? കത്തോലിക്കർക്ക് പറ്റുന്നില്ലേ? ഓർത്തഡോക്സുകാർക്ക് പറ്റുന്നില്ലേ? പെന്തക്കോസുകാർക്ക് മാത്രമല്ലല്ലോ, എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയാൻ പറ്റും. പക്ഷേ ഈ എഴുതപ്പെടുന്ന ഈ വചനം, അതിൻ്റെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സീസറിനെ കുറിയോസ് അല്ലെങ്കിൽ കർത്താവ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന ധൈര്യവും കൊണ്ടല്ലാതെ ആ ഭരണാധികാരിയുടെ മുന്നിൽ നിന്നുകൊണ്ട്, ആ ഭരണത്തിനെതിരായി നിന്നുകൊണ്ട് യേശുവാണ് കർത്താവ് എന്ന് വിളിച്ചു പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യം വേണം. അതൊരു ഒരു സ്പെസിഫിക് കോണ്ടസ്റ്റ് ആണ്, ഒരു സ്പെഷ്യൽ സിറ്റുവേഷനിലാണ് ആ പദം എഴുതപ്പെടുന്നത്. ഇതുപോലെ ക്ലിപ്സിസും പഥൈമയും, ഈ രണ്ട് പദങ്ങൾ കഷ്ടതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഈ രണ്ട് പദങ്ങളും എഴുതിയിരിക്കുന്നതിന് കൃത്യമായ സാഹചര്യമുണ്ട്. കാരണം ഇവർ 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു. അതിനുശേഷം ഒരു പ്രത്യേക വിഭാഗമായി റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾ വളരുകയാണ്, ക്രിസ്ത്യാനികൾ ആരാധന നടത്തുകയാണ്. ഏകദേശം 3 നൂറ്റാണ്ട് കാലം, 300 കൊല്ലക്കാലം ഇവർ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആയിട്ടാണ്, ക്രിപ്റ്റോ ബിലീവേഴ്സ് ആയിട്ടാണ് നിന്നത്. ഭൂഗർഭ അറകളിലും പിന്നെ ചില പ്രത്യേക ശിഷ്യന്മാരുടെയൊക്കെ വീടുകളിലുമൊക്കെ അടച്ചിട്ട് പുറത്തേക്കൊന്നും ഇത് പോകാതെ, ന്യൂസ് സ്പ്രെഡാകാതെ വളരെ രഹസ്യമായാണ് ഇവർ ആരാധിച്ചുകൊണ്ടിരുന്നതാണ്. ആ ഒരു കാലഘട്ടത്തിൽ അതേ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ റോമാ സാമ്രാജ്യം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊല്ലും. ഇവർക്ക് അതിനുള്ള അധികാരമില്ല, ആരാധന സ്വാതന്ത്ര്യം ഇവർക്കില്ല. ഏകദേശം 3 നൂറ്റാണ്ട് കാലം ഇവരങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ പീഡനം നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് അപ്പോസ്തലനായ പൗലോസ് ഇത് എഴുതുന്നത്. മിക്ക ലേഖനങ്ങളും എഴുതുമ്പോഴും ഇദ്ദേഹം ഒളിവിലാണ്, ഇദ്ദേഹം ജയിലിലാണ്. ഇദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ പരസ്യമായി ക്രിസ്ത്യാനികൾ ദ്രോഹിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുക. അതിൻ്റെ കാരണം എന്താ? സാമ്രാജ്യത്തിൻ്റെ വിശ്വാസത്തിനെതിരാണ്, ഗവൺമെൻറ്റിൻ്റെ വിശ്വാസത്തിനെതിരാണ് ക്രിസ്ത്യാനികൾ പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതുമെല്ലാം. വിഗ്രഹാരാധനയില്ല, ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളില്ല, സവിശേഷമായ ദിനങ്ങളോ ദിവസങ്ങളോ ആചരിക്കുന്നില്ല. ഇതെല്ലാം ഉള്ളതാണ് റോമാ സാമ്രാജ്യത്തിൽ. അതിനേക്കാളെല്ലാം ഉപരിയായി സീസറിനെ ദൈവമായി അംഗീകരിക്കുന്നില്ല, സീസറിനെ കർത്താവായിട്ട് അംഗീകരിക്കുന്നില്ല. കർത്താവ് ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തു. ഇത് ഏറ്റുപറയുമ്പോഴാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്.
അപ്പോൾ ആ രക്ഷിക്കപ്പെടുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് തന്നെ, ഏറ്റുപറച്ചിൽ തന്നെ റോമാ സാമ്രാജ്യത്തിനും ഗവൺമെന്റിനും എതിരാ. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇവർ അനുഭവിച്ചുകൊണ്ടും കടന്നുപോയിക്കൊണ്ടും ഇരിക്കുന്ന ക്രൈസിസ് എന്താണെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാമല്ലോ. അത്തരമൊരു സവിശേഷ സാഹചര്യത്തിൽ എഴുതപ്പെട്ട ലേഖനങ്ങളിൽ ത്ലിപ്സിസും പഥൈമയും, ഈ രണ്ട് പദങ്ങളും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പ്രതിയും ക്രിസ്തുവിനെ പ്രതിയും ദൈവരാജ്യത്തെ പ്രതിയും നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ, പേഴ്സിക്യൂഷൻസ്, ട്രിബുലേഷൻസ്, ക്രൈസിസ്, ഇതുപോലുള്ള പദങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഒരിക്കലും സാമ്പത്തികമായ ബുദ്ധിമുട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ, അതൊന്നും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പ്രതി നമുക്കുണ്ടാകുന്ന കഷ്ടതയാണ്. അപ്പം നിങ്ങൾ അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞാൽ, ദൈവരാജ്യം എന്ന് പറയുന്ന ആ ചിന്ത, ഉന്നതമായ ആ ഒരു ആശയം, ആ ആശയത്തിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ വന്നു നിൽക്കുന്ന വിഭിന്നമായ മറ്റാശയങ്ങളെ, സാമ്രാജ്യത്തിൻ്റെ ആശയങ്ങളെയൊക്കെ എതിർത്ത് നിൽക്കേണ്ടി വരും. അതൊരു കഷ്ടതയാണ്, അതൊരു ദുരിതമാണ്, ദുഃഖമാണ്. അതിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് അതിൻ്റെ കോണ്ടക്സ്റ്റ്. ഇതിനപ്പുറമായി ഒരു കോണ്ടക്സ്റ്റ് അതിന് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് എഴുതപ്പെട്ട കോണ്ടക്സ്റ്റ് നമ്മൾ തീർച്ചയായിട്ടും ആ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇത്തരം വാക്യങ്ങൾ വ്യാഖ്യാനിക്കുവാൻ പാടുള്ളൂ. അത് അങ്ങനെ വ്യാഖ്യാനിക്കാതെ വരുമ്പോഴാണ് ഇത് നമ്മുടെ ജീവിത സാഹചര്യവുമായി നമ്മൾ ബന്ധപ്പെടുത്തുന്നത്. ജീവിത സാഹചര്യവുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെടുന്ന ചില വചനഭാഗങ്ങളുണ്ട്. അത് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഈ രണ്ട് പദങ്ങൾ പ്രധാനമായിട്ടും സുവിശേഷത്തെ പ്രതി ക്രിസ്തുവിനെ പ്രതിയുള്ള സാമൂഹികപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള ആ ദുരിതപൂർണമായ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളെയും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പീഡനങ്ങളെയും ഒക്കെ കുറിച്ചാണ്. ഇനി മറ്റു ചില പദങ്ങൾ, അതിലൊരു പ്രധാന പദമെന്ന് പറയുന്നത് പാസ്കോ എന്ന് പറയുന്ന ഒരു പദമുണ്ട്. പാസ്കോ, അതും കഷ്ടതയെന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പാസ്കോ എന്ന് പറയുന്ന പദം കുറച്ചുകൂടെ ദൈവശാസ്ത്രപരമായ ഒരു പദമാണ്. ആത്മീകമായ അല്ലെങ്കിൽ സ്പിരിച്വൽ മീനിങ് ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് പാസ്കോ എന്ന് പറയുന്നത്. അവിടെ ഈ പാസ്കോ എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ കഷ്ടത എന്ന് പറയുന്ന പദം, ഈ പ്രത്യേക പദം ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് പാസ്കോ. അതുപോലെ തന്നെ അതേ പദം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂലപദം വെച്ചുകൊണ്ട് വരുന്ന സൂം പാസ്കോ എന്ന് പറയുന്ന വേറൊരു പദമുണ്ട്. സൂം പാസ്കോ എന്ന് പറയുന്ന വേറൊരു പദമുണ്ട്. ഈ രണ്ട് പദങ്ങൾ, പാസ്കോ അല്ലെ സൂം പാസ്കോ എന്ന് പറയുന്ന പദങ്ങൾ, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ഒരു മനോഭാവമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ വെളിച്ചം ഇതിൽ കിട്ടും. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുക. ക്രിസ്തു ക്രൂശിൽ എന്താണ് ചെയ്തത്? ക്രിസ്തു ഭൂമിയിലേക്ക് സ്വർഗത്തിൻ്റെ മഹിമകളെ വിട്ടെറിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് ഈ പറയുന്നത് പോലെ ശൂന്യനാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവൻ എംപ്റ്റി ആയി എന്നല്ല എൻ്റെ അർത്ഥം, മറിച്ച് അവൻ നിന്നിരുന്ന ഒരു സ്ഥാനത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന്, അവൻ എൻജോയ് ചെയ്തിരുന്ന ഒരു സ്ഥാനത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് നമ്മളിൽ ഒരുവനെ പോലെ ആയിത്തീർന്ന ദൈവിക കൃപയുണ്ടല്ലോ, അതൊരു ചെറിയ കാര്യമല്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ സ്ഥാനമാനങ്ങളെ, നമ്മുടെ ഈഗോയെ, ഇതിനെല്ലാം വെച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതിനെ വിട്ടുകളയുവാൻ ഒരു കഷ്ടതയുണ്ട്. ഞാൻ എന്ന് പറയുന്ന ഈഗോയെ വിട്ടുകളയുവാൻ, ഞാൻ എന്ന ഭാവത്തെ വിട്ടുകളയുവാനൊക്കെയുള്ള ഒരു കഷ്ടതയുണ്ട്. അത് ചെറിയ കാര്യമല്ല. ആരുടെയൊക്കെ അടുത്താണ് ഈ ഈഗോ നമ്മൾ മാറ്റിവെക്കേണ്ടത്? പ്രധാനമായും നമ്മുടെ ജീവിത പങ്കാളിയുടെ അടുത്ത്, അപ്പനമ്മമാരുടെ അടുത്ത്, കൂട്ടുകാരുടെ അടുത്ത്, അല്ലെ ഉപരിയായി സഭയിൽ പരസ്പരമുള്ള സഹകരണത്തിൽ സഹോദരന്മാരിലൊന്നും ഈ ഞാൻ എന്ന ഭാവമോ ഈഗോയോ ഒന്നും കൊണ്ട് സഭ മുന്നോട്ട് പോകത്തില്ല. ഇന്ന് നമ്മൾ സഭകളിൽ കാണുന്നത് മുഴുവനും ഇത്ര ഈഗോകളാണ്. അത് വിടണമെന്നാണ്, അല്ലെങ്കിൽ അത് വിടുവാനുള്ള കഷ്ടപ്പാടിനെ കുറിച്ച് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. പാസ്കോ, സൂം പാസ്കോ എന്ന് പറയുന്ന രണ്ട് പദങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുമായി നമ്മൾ താതാമ്യം പെടുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൽ, നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ, നമ്മുടെ മനോബോധത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രഷറുണ്ട്. വലിയ കാര്യം ഒരാളോട് ഒരു ക്ഷമ പോയി പറയാൻ,
അപ്പോളജൈസ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും. അയാളായിരിക്കും ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തത്, പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയി ക്ഷമ പറയണമെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെ നമ്മളൊരു കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ക്രിസ്തുവിനെ പ്രതി, സുവിശേഷത്തെ പ്രതി നമ്മൾ അനുഭവിക്കുന്ന പീഡനം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമ്മളിൽ നിന്നുണ്ടാകുന്ന ഒരു കഷ്ടതയുണ്ട്. അവൻ എന്താ ചെയ്തത്? ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളിൽ ഏറ്റവും ചെറിയവനാകണം. നിങ്ങളിൽ നേതാവാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ യജമാനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനാകണം എന്നൊക്കെ പറയുന്ന ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അതിലേക്കൊക്കെ നമ്മൾ എത്തുക എന്ന് പറയുന്നത് ഒരു കഷ്ടതയാണ്. ഈ കഷ്ടതയെ സൂചിപ്പിക്കാനാണ് പലപ്പോഴും പാസ്കോ, സൂം പാസ്കോ എന്നൊക്കെ പറയുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടാളികളാകുക. നിരവധി വചനങ്ങളുണ്ട് ഈ ഭാഗത്ത്, എല്ലാം വായിക്കാൻ പറ്റത്തില്ല, എങ്കിലും ചില ഭാഗങ്ങൾ ഞാൻ വായിച്ചു തരാം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുമ്പോൾ ആ ക്രിസ്തു അനുഭവിച്ച് കടന്നുപോയ ആ ഒരു കഷ്ടതയുണ്ടല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ. ഇനി ഇതിനെല്ലാം ഉപരിയായി ഗത്സമൻ തോട്ടത്തിൽ കർത്താവ് അനുഭവിച്ച ഒരു കഷ്ടതയുണ്ട്. പലപ്പോഴും അത് പല രീതിയിൽ ആളുകൾ വ്യാഖ്യാനിക്കുന്നത് കാണാം. പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഇത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും സാഹചര്യവശാൽ വന്നതുകൊണ്ട് പറയാം. എന്താണ് യേശു അവിടെ ആ ഗത്സമൻ തോട്ടത്തിൽ അനുഭവിച്ച കഷ്ടത? മരിക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു എന്തിനാണ് പിതാവിൻ്റെ അടുത്ത് ആ നിർണായകമായ നിമിഷത്തിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണമെന്ന് പറയാനുള്ള കാരണം? പാനപാത്രം എന്ന് പറയുന്നത് യേശുവിന് മരിക്കാൻ ഭയം ഉണ്ടായിട്ടല്ല. യേശുവിന് മരിക്കാൻ ഭയമില്ല, മരിക്കുവാൻ വേണ്ടി തന്നെ ഇറങ്ങി വന്നവനാണ്. പക്ഷേ ക്രൂശിൽ കിടന്ന് ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറയുന്ന ആ പാപിയുടേതായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ. പാപം നിറഞ്ഞു കഴിയുമ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുകയും പിതാവ് എന്ന് പറയുന്ന ബോധ്യത്തിൽ നിന്ന് മാറി. അതാണ് ലോകം മുഴുവൻ സംഭവിക്കുന്നത്. ലോകത്തിലെ മുഴുവൻ പ്രശ്നം അതാ ഈ പാപം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ സിഗരറ്റ് വലിക്കുകയോ കള്ളു കുടിക്കുകയോ വ്യഭിചാരമോ ഒന്നുമല്ല. ഇതൊക്കെ പാപത്തിൻ്റെ പരിണിത ഫലങ്ങളാണ്. ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് എന്താണെന്നറിയാമോ? ദൈവമായിട്ടുള്ള ബന്ധം റീസ്റ്റോർ ചെയ്യാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അവിടെ ആ ദൈവമേ എന്നുള്ള വിളി വരുന്നത്. അപ്പനാണെന്നുള്ള ബോധം വിടും, പിതാവാണെന്നുള്ള ബോധം വിടും. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. പക്ഷെ അതാരും ഉപദേശിക്കുന്നില്ല. അത് മറ്റൊരവസരത്തിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ബന്ധം റെസ്റ്റോർ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പുനർജീവിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലൂടെ യേശുക്രിസ്തു കടന്നു പോകുമ്പോൾ യേശുക്രിസ്തുവിന് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നത് ഈ ബന്ധമാണ്. നമ്മൾ അബ്ബാ പിതാവേ എന്ന് ഇപ്പോൾ ദൈവത്തെ ക്രിസ്തു മുഖാന്തരം വിളിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു ആ പദവിയെ അല്പസമയത്തേക്കെങ്കിലും സാക്രിഫൈസ് ചെയ്തു. പിതാവേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നവൻ ഒരു നിമിഷ നേരത്തേക്ക് ദൈവമേ എന്ന് വിളിക്കുവാൻ തുടങ്ങി. യേശുവിൻ്റെ 33.5 കൊല്ലക്കാലത്തെ ജീവിതത്തിനിടയിൽ ഒരേ ഒരു തവണയാണ് കർത്താവ് പിതാവിനെ ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്നത്, ക്രൂശിൽ കിടന്നുകൊണ്ടാണ്. ഈ ബന്ധത്തിനുണ്ടാകുന്ന ഇടിവുണ്ടല്ലോ, പിതാവും പുത്രനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിലുണ്ടാകുന്ന വിള്ളൽ, ആ വിള്ളല് ആണ് കർത്താവിനെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ചിരുന്നത്. അല്ല വരുവാൻ പോകുന്ന പീഡകളെ കുറിച്ച് ഓർത്തോ, ശാരീരികമായിട്ടുള്ള പീഡനങ്ങളെ കുറിച്ച് ഓർത്തോ ഒന്നും അല്ല തൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തകണമായി മാറിയത്. മറിച്ച് തൻ്റെ പിതാവുമായുള്ള ബന്ധം അല്പസമയത്തേക്കിനെങ്കിലും ആ അറ്റുപോകുന്നൊരു സമയമുണ്ടല്ലോ, അതിനെ അതിജീവിക്കുവാൻ കഴിയാതെ ഉള്ള ആ നിലവിളിയാണത്. അതാണ് മരണം യഥാർത്ഥത്തിൽ. അതാണല്ലോ ആദമിന് സംഭവിച്ചത്. തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞാൽ അകൽച്ചയാതി ദൈവവുമായി തൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറുമ്പോഴാണ് മനുഷ്യൻ മരിക്കുന്നത്. അതാണ് മരണമെന്ന് പറയുന്നത്. മുടിയനായ പുത്രൻ തിരിച്ചു വരുമ്പോൾ അപ്പൻ അവനെ ചേർത്ത് നിർത്തി പറയുന്ന ഒരു ഭാഗമുണ്ട്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. അപ്പം മരിച്ചിട്ടില്ല, അവൻ ജീവനോടുണ്ട്. ഇത് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നത്. അപ്പം ബൈബിൾ മരണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറുന്നതാണ്. അതാണ് യേശുവിന് സംഭവിച്ചത്. ആ മരണത്തിൽ നിന്ന് വിടുവിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് നിർണായകമായിരുന്നു. യേശു ആ മരണത്തിലൂടെ, അതായത് പിതാവുമായുള്ള ബന്ധത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന അല്ലെ ബന്ധത്തിൽ നിന്ന് അറ്റുപോകപ്പെടുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ലോകത്തിലുള്ള സകല മനുഷ്യരും പിതാവിലേക്ക് എന്ത് ചെയ്യപ്പെടുകയായിരുന്നു? ആ ബന്ധത്തിലേക്ക് റെസ്റ്റോർ ചെയ്യപ്പെടുകയായിരുന്നു. ഇതാണ് യേശു അനുഭവിച്ച കഷ്ടത. ഇതിനെ ധ്യാനിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. പക്ഷേ ഒരു പ്രശ്നം എന്താ? ഈ കഷ്ടതയെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കാതെ, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ കഷ്ടതയുണ്ടെന്ന് പറയുമ്പോൾ മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ്.
അവർ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെയും കഷ്ടതയായി എണ്ണുകയും ആ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം തങ്ങളിൽ പ്രീതിപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ചിന്ത മനുഷ്യരിലേക്ക് എത്തുമ്പോൾ മറയപ്പെടുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള നമ്മുടെ താതാമ്യം. നമ്മൾ അവൻ്റെ ക്രൂശീകരണത്തെയും അവൻ്റെ കഷ്ടതയെയും ധ്യാനിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു രൂപാന്തരമുണ്ട്. മാനുഷികമായി ഉണ്ടാകുന്ന ഒരു രൂപാന്തരമുണ്ട്. നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന രൂപാന്തരം ഉണ്ട്. അത് സംഭവിക്കാതെ പോകും. അത് സംഭവിക്കാതെ പോകുന്നതുകൊണ്ടാണ് സഭകളിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വിശ്വാസികൾക്ക് സ്വഭാവപരമായി മാറ്റം ഉണ്ടാകാത്തത്. മറ്റുള്ളവർ നോക്കുമ്പോൾ ഇവരും ജാതികളെ പോലെ അല്ലെ മറ്റുള്ളവരെ പോലെ തന്നെ, ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരെ പോലെ തന്നെ നടക്കുന്നൊരു വിഭാഗം ആൾക്കാർ. ആ രീതിയിൽ തോന്നാനുള്ള കാരണം എന്താ? അല്ലെങ്കിൽ ഈ പറയുന്ന ഞാനടക്കം നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഹ്യൂമൈനായിട്ടുള്ള സ്വഭാവത്തിന് മാറ്റം വരാത്ത, ഡിവിനിറ്റിയിലേക്ക് നമ്മൾ കയറാത്തതിൻ്റെ പ്രധാന കാരണം ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ്. അത് ധ്യാനിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിർമ്മല മനസാക്ഷി രൂപപ്പെടുന്നത്. ആ നിർമ്മല മനസാക്ഷിയിൽ നിന്നാണ് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള പ്രവർത്തികൾ പുറപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കഷ്ടത പ്രസംഗിക്കുന്നവർ ചെയ്യുന്നത് എന്താ? ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ മറക്കുകയാണ് ചെയ്യുന്നത്. അനുഗ്രഹം സുവിശേഷിക്കുന്നവർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയാം. നമ്മുടെ ഇന്നത്തെ വിഷയം കഷ്ടതയാണ്. ഇപ്പം 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ത്ലിപ്സിസ് പത്തൈമോ, 2 പദങ്ങളെ ചേർത്ത് സുവിശേഷത്തെ പ്രതി, യേശുവിനെ പ്രതി, ക്രിസ്തുവിനെ പ്രതി സുവിശേഷം പ്രഘോഷിക്കുന്നത് വഴി ചാർച്ചക്കാരിലും ബന്ധുക്കളിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നുമൊക്കെ മനുഷ്യന് ലഭിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള, വിശ്വാസികൾക്ക് ലഭിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള പീഡനങ്ങൾ. അത് സ്പെഷ്യൽ കോണ്ടസ്റ്റ് ആണ്. 3 നൂറ്റാണ്ടുകളിൽ റോമാ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകങ്ങളുടെ പ്രത്യേകതയാണ്. ഇന്നും അത് ആപ്ലിക്കബിൾ ആണ് ചില പ്രത്യേക സ്ഥലങ്ങളിൽ. പക്ഷേ ഇന്ന് ജനാധിപത്യ ബോധമൊക്കെ ഉണ്ടായതുകൊണ്ട് മതത്തെ പ്രചരിപ്പിക്കുവാനും മത സംഹിതകളെ പ്രചരിപ്പിക്കുവാനും സ്വതന്ത്രമായി നിന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു മതത്തെ വിളിച്ചു പറയുവാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്ത് അത്തരം കഷ്ടതയില്ല. എന്നാൽ അതില്ലാത്ത സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അത് ആപ്ലിക്കബിൾ ആണ് താനും. അപ്പോൾ അതുകൊണ്ട് അത് യൂണിവേഴ്സൽ അല്ല. അതുകൊണ്ട് തന്നെ അതൊരു ഉപദേശമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പാഷ്കോ, സൂം പാഷ്കോ എന്ന് പറയുന്ന 2 പദങ്ങൾ. ആ പദങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ നമ്മൾ ധ്യാനിക്കുന്നതിലൂടെ നമ്മൾ ഉണ്ടാകുന്ന രൂപാന്തരമാണ്. ഈ 2 കാര്യങ്ങളാണ് ഈ ഭാഗത്തിൽ പറയാനുള്ളത്. ഇനി കഷ്ടതയെക്കുറിച്ച് പറയുന്ന മറ്റ് 2 ഭാഗങ്ങളെന്ന് പറയുന്നതും ഡിയോഗ്മോസ് എന്ന് പറയുന്ന പദവും സൂം കാക്കോ പത്തേയോ എന്ന് പറയുന്ന പദവുമാണ്. ഈ പേരുകളൊന്നും കേട്ട് ഭയപ്പെടേണ്ട, അതൊരു ഭാഷ, അതിലുണ്ടാകുന്ന ഒരു പദം, അത്രേ ഉള്ളൂ. ഈ 2 പദങ്ങളാണ് ഡിയോഗ്മോസ്, അതുപോലെ തന്നെ സൂം കാക്കോ പത്തേയോ. ഈ 2 പദങ്ങളും വ്യത്യസ്തമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുവിശേഷത്തെ പ്രതി ഉണ്ടാകുന്ന കഷ്ടത തന്നെയാണ്. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ കഷ്ടത എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്തെല്ലാം ഉദ്ദേശിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പ്രതിയും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിലുള്ള മനസ്സിൻ്റെ താതാമ്യം, നമ്മൾ മനുഷ്യൻ്റെ ചിന്തകളുടെ താതാമ്യപ്പെടലുമായി ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടതയുമാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കഷ്ടത എന്ന് പറയുന്നത്. ഇനി പൗലോസ് വ്യക്തിപരമായ ചില കഷ്ടതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സഭകളിൽ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കൊരിന്ത സഭകളിലൊക്കെ എഴുതുമ്പം അത് AD 50കളിൽ ജെറുസലേമിൽ ഒരു വലിയ ക്ഷാമം ഉണ്ടായിരുന്നു. നമുക്കത് അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് അതിൻ്റെ തെളിവുകളുണ്ട്. മാത്രമല്ല യഹൂദ ചരിത്രകാരനായ യോസീഫസിൻ്റെ ആൻറ്റിക്വിറ്റീസ് അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടാസിറ്റസിൻ്റെ അനാലിസിനകത്തും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം ഒരു ക്ഷാമം ഉണ്ടായിരുന്നു. അതതിന് മുമ്പേ തന്നെ പ്രവചിക്കപ്പെട്ട ഒരു ക്ഷാമമാണ്. അപ്പം ആ ക്ഷാമത്തിൻ്റെ പരിണിതഫലമായി സഭകളിൽ, കൊരിന്ത സഭ എന്നൊക്കെ, കൊരിന്ത എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആളുകളുള്ള സഭയാണ്. പക്ഷേ ആ സഭകളിൽ പോലും ചില വ്യക്തി ജീവിതങ്ങൾക്ക് ഈ ക്ഷാമം വളരെ മോശമായി ബാധിച്ചു. അപ്പോൾ അത് എന്താണ്, ദാരിദ്ര്യപരമായ അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഒരു കഷ്ടത, അതിനെക്കുറിച്ച് കൊരിന്ത ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ ഒരിക്കലും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതോ നമ്മുടെ ആത്മീയമായ ഒരു വളർച്ചയ്ക്ക് ഉതകുന്നതോ ഒന്നുമല്ല. ആത്മീകമായ വളർച്ചയ്ക്ക് ഉതകുന്നത് ഒറ്റയൊരു കഷ്ടത മാത്രമേ ഉള്ളൂ. അത് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടാളികളാകുക എന്ന് പറയുന്ന ആ ധ്യാനമാണ്. അതാണ് കഷ്ടത എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മളെ ആത്മീകമായി ഉയർത്തുന്നത്. പാഷ്കോസും പാഷ്കോ. മറ്റ് 2 പദങ്ങൾ, അതായത് ത്ലിപ്സിസും പഥൈമോ എന്ന് പറയുന്ന പദങ്ങളും, ആ 2 പദങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെ പ്രതിയുള്ള കഷ്ടതയാണ്.
അത് നമ്മുടെ ആത്മീകമായ വളർച്ചയൊന്നുമല്ല, നമ്മുടെ ആദർശത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി നമ്മൾ നിൽക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഒരു ആദർശം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി, ഇപ്പം നമ്മൾ കണ്ടില്ലേ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ആദർശത്തിന് വേണ്ടി എത്ര ആളുകളാണ് ജീവൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നിരവധി ആദർശങ്ങൾക്ക് വേണ്ടി മനുഷ്യർ ജീവൻ കൊടുക്കുന്നില്ലേ? അപ്പം അത് ആദർശപൂർണമായിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, കഷ്ടതയെ പുതിയ നിയമത്തിൽ ഒരു ഉപദേശമായി സഭകളിലോ അല്ലെങ്കിൽ കൺവെൻഷൻ സെൻ്ററുകളിലോ ഒന്നും പഠിപ്പിക്കുവാനോ പ്രസംഗിക്കുവാനോ പറ്റത്തില്ല. അത് ഉപദേശമല്ല. കഷ്ടത എന്ന് പറയുന്നത് ഉപദേശമല്ല. കഷ്ടത ഉപദേശമാണ്. എവിടെയാണ്? ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടാളികളാകുക എന്ന് പറയുന്നത് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഇടയാക്കുന്ന ഉപദേശമാണ്. അവിടെയാണ് ആ ഉപദേശം ചേർന്ന് പോകുന്നത്. ബാക്കി ഉപദേശങ്ങളിൽ, ബാക്കി പറയുന്ന കഷ്ടതകളിലെല്ലാം ക്രിസ്തുവിനെ പ്രതിയും സുവിശേഷത്തെ പ്രതിയുള്ള കഷ്ടതകൾ അത് തിരഞ്ഞെടുക്കുന്നത്. ഇത് ആ ഒരു ഭാഗം കൂടെ ഒന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കാൻ തോന്നും. ബൈബിളിലെ വിശ്വാസം 2 തരത്തിലാണ്. എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം അവസാന ഭാഗത്തിൽ വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 2 തരത്തിലാണ് ക്രിസ്തീയ വിശ്വാസം. ഒന്ന് സാക്രിഫിഷ്യൽ ഫെയ്ത്ത് ഉണ്ട്. സാക്രിഫിഷ്യൽ ഫെയ്ത്ത്. ഒന്ന് ട്രയംഫൻ്റ് ഫെയ്ത്ത് ഉണ്ട്. സാക്രിഫിഷ്യൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിന് വേണ്ടി എന്ത് ഉപേക്ഷിക്കുവാനും നഷ്ടപ്പെടുത്തുവാനും തയ്യാറാണ്. ട്രയംഫൻ്റ് എന്ന് പറഞ്ഞാൽ ജയമെടുക്കുന്നതാണ്. ഇത് നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു പ്രശ്നത്തെ നമുക്ക് ഈ 2 രീതിയിലും, അതായത് ഇത് റിലേറ്റഡ് ടു ക്രൈസ്റ്റ് ആയിരിക്കണം, റിലേറ്റഡ് ടു ഗോസ്പൽ ആയിരിക്കണം. ഈ 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലാതെ എൻ്റെ ജീവിത പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇതിനകത്തൊരു വിഷയമല്ല. അത് സ്വാഭാവികമായി മനുഷ്യർക്കുണ്ടാകുന്നതാണ്. അതിനെ ജയമെടുക്കണം. അതിനെ ജയമെടുത്ത് ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ മറ്റു 2 കാര്യങ്ങൾ അനിവാര്യമാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടാളികളാണെന്ന് പറയുന്നത് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് അനിവാര്യമാണെന്നാണ്. അതേസമയം തന്നെ ക്രിസ്തുവിനെ പ്രതി സുവിശേഷത്തെ പ്രതിയുള്ള കഷ്ടത എന്ന് പറയുന്നത് എൻ്റെ ആദർശമായിട്ട് ബന്ധപ്പെട്ട കാര്യം. 2 അനിവാര്യമായ കാര്യങ്ങളാണ്. പക്ഷേ എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ ചിലർ ഉദ്ധാനം കൈക്കൊള്ളാതെ അടിയേൽക്കുകയും മരിക്കുകയും അറക്കപ്പെടുകയും ചെയ്തപ്പോൾ മറ്റു ചിലർ സിംഹത്തിൻ്റെ വായ അടച്ചു. നമുക്ക് ദാനിയേലിനെ അറിയാം. ആ സിംഹം തിന്നുകളയുവാൻ ഇടയായില്ല. 3 കുട്ടികളെ അറിയാം, ദാനിയേലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? അവർ 3 പേരും എന്താ ചെയ്തത്? തീക്കകത്തേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അതിനെ ജയിച്ചു പുറത്തു വന്നവരാണ്. അപ്പോൾ ഏതിനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള വിശ്വാസമാണ് നമ്മൾ എടുക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമ്മുടെ ജീവിത സാഹചര്യവും നമ്മുടെ ജീവിത ശൈലിയുമല്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് ഇതേ എടുക്കാൻ പാടുള്ളൂ എന്നും നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. ചിലരുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ, സാഹചര്യങ്ങളെ, പീഡനങ്ങളെ എതിർത്ത് വിശ്വാസത്താൽ ജയിക്കുന്ന ഒരു തലത്തിലാണ് അവർ വിശ്വാസം നിൽക്കുന്നതെങ്കിൽ, മറ്റു ചിലരെന്ന് പറഞ്ഞ് ഞാൻ കർത്താവിന് വേണ്ടി ഏറ്റെടുക്കുന്ന കഷ്ടതയാണ് എന്നുള്ള ഒരു സാക്രിഫിഷ്യലായിട്ടുള്ള സമർപ്പിതമായിട്ടുള്ള വിശ്വാസമാണ്. 2 വിലയേറിയ വിശ്വാസം തന്നെ. 2 വിലയേറിയ വിശ്വാസമാണ്. അത് നമുക്ക് തിരഞ്ഞെടുക്കാം. അത് ഏതിലാണ് നമ്മുടെ മനസ്സ് ഉടക്കുന്നത് അത് നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ അതിൻ്റെ അർത്ഥം കഷ്ടതയെ ഒരു ഉപദേശമാക്കി സഭകളിലോ വിശ്വാസികളെയോ പഠിപ്പിക്കരുത്. കഷ്ടത ഉപദേശമല്ല, മറിച്ച് അതൊരു അനുഭവമാണ്. ആ കഷ്ടത എന്ന് പറയുന്നത് ജീവിത കഷ്ടതയല്ല, ക്രിസ്തുവിനെ പ്രതിയുള്ള കഷ്ടതയാണ്. അപ്പോൾ ക്രിസ്തീയ ഉപദേശം അതിലുണ്ടായ 2 എക്സ്ട്രീമുകൾ നമ്മൾ പറഞ്ഞു. അനുഗ്രഹം, കഷ്ടത. അതിൽ കഷ്ടതയാണ് നമ്മൾ ഇന്ന് എടുത്തത്. ബൈബിളിലെ കഷ്ടത ഏതൊക്കെയാണ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ എന്താണ്, അതുകൊണ്ട് എന്താണ് അപ്പോസ്തലന്മാരും യേശു ക്രിസ്തു അടക്കമുള്ളവർ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമ്മൾ ഇന്ന് കേട്ട് കഴിഞ്ഞു. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുക. ക്രിസ്തുവിനെ പ്രതി കഷ്ടം സഹിച്ചോളൂ. ജീവിതത്തിലെ കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മരണവും വേദനകളും ഒന്നും ദൈവത്തിൻ്റെ ഹിതമല്ല എന്ന് മനസ്സിലാക്കുക. ദൈവം നമ്മെ ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. ഇതാദ്യം അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുക. ദൈവം നമ്മെ ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. ദൈവം നമുക്ക് ദോഷം തരുന്നവനല്ല. കർത്താവ് പറയുന്നത്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എത്ര അധികം. അതുകൊണ്ട് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമുക്ക് നല്ലതാണ് തരാൻ ആഗ്രഹിക്കുന്നത്, നന്മയാണ് തരാൻ ആഗ്രഹിക്കുന്നത്. ബാക്കി വരുന്നതെല്ലാം എവിടെ നിന്നാണ് എന്നുള്ളത് ചിന്തിക്കുക. അത് ദൈവത്തിൽ നിന്നല്ല. എല്ലാ നന്മയും നല്ല വരവും തികഞ്ഞ ദാനവും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു പറയുന്നത്. വെളിച്ചത്തിൻ്റെ പിതാവിൽ നിന്നാണ് അത് വരുന്നത്. എല്ലാ നല്ലവും നല്ല ദാനവും തികഞ്ഞ വരവും എല്ലാ നന്മയും. അതുകൊണ്ട് നന്മയാണ് ദൈവത്തിൽ നിന്ന്
ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസി പ്രതീക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ക്രിസ്തുവിനെ പ്രതിയുള്ള കഷ്ടത സഹിക്കാൻ തയ്യാറായിക്കോണം. അത് ആദർശത്തിന് വേണ്ടിയുള്ള നമ്മുടെ ജീവിതമാണത്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ നമ്മൾ ധ്യാനിക്കണം. അത് നമ്മുടെ ആത്മീയ ജീവിതമാണ്. ജീവിത സാഹചര്യങ്ങളെ വിശ്വാസത്താൽ ജയിച്ചോണം. ജീവിതത്തിലെ പ്രശ്നങ്ങളെ വിശ്വാസത്താൽ ജയിക്കണം. കഷ്ടതകളെ വിശ്വാസത്താൽ ജയിക്കണം. അതും കർത്താവിൻ്റെ സുവിശേഷവും ഉപദേശവുമായി യാതൊരു ബന്ധവുമില്ല.